എല്ലാ പേർക്കും നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മഹിമ. പാസ്പോർട്ടിനുള്ള അപേക്ഷയും ഇനി കെ-സ്റ്റോർ റേഷൻ കട വഴി, ആധാർ, പെൻഷൻ, ഇൻഷുറൻസ് സേവനങ്ങളും കെ-സ്റ്റോർ വഴി ലഭ്യമാക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ആശമാർക്ക് സമരപ്പന്തലിൽ തിരുവോണ സദ്യ വിളമ്പും. ക്ഷണം സ്വീകരിച്ച് ഗവർണർ. ഓണം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. മുഖ്യമന്ത്രി ഫോണിൽ ക്ഷണിച്ചു. മന്ത്രിമാർ നാളെ ഗവർണറെ കാണും. രാഹുൽ കേസിൽ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമം. 9.5 വർഷത്തിനിടെ കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി എന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സ്വന്തമായി തൊഴിൽ നയമുള്ള ഏക സംസ്ഥാനമെന്ന നിലയിൽ വികസന സൗഹൃദ തൊഴിലിട സംസ്കാരത്തിലേക്ക് നയിക്കുകയും മികച്ച തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങൾ, കുറഞ്ഞ തൊഴിൽ തർക്കങ്ങൾ, സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ 12 ഭൂഭാഗങ്ങളായി തിരിച്ചു പരിഹാര പദ്ധതികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. വന്യജീവി ആക്രമണത്തിൽ 12 ഭൂഭാഗങ്ങളായി തിരിച്ചു പരിഹാര പദ്ധതികളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് തുരങ്കപാതയ്ക്ക് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. നീളത്തിൽ കേരളത്തിലെ ഏറ്റവും വലുത്, രാജ്യത്തെ 3ാമത്തേതും. കിഫ്ബി വായ്പ കേന്ദ്ര നിലപാട് വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി. ആനക്കാംപോയിൽ കള്ളാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിരുദ പഠനം തുടങ്ങാൻ സാക്ഷരതാ മിഷൻ. ബിരുദം നൽകുക SN ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഗുരുവായൂരിൽ 218 വിവാഹങ്ങൾ. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണമുണ്ടാവില്ല. ഭക്തർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രം പ്രവേശനം. ജനപ്രതിനിധികളെയും ക്ഷണിക്കും. പൊള്ളാച്ചി റോഡ് നിർമ്മാണത്തിന് 32 കോടിയുടെ ഭൂമി വിട്ടു നൽകി കുടുംബം. 80 സെന്റ് ഭൂമി നൽകിയത് സ്ഥലമെടുപ്പിനെതിരെ ആദ്യം കോടതിയിൽ പോയതിനുശേഷം. ടാർസൻ എന്ന അനശ്വര കഥാപാത്രത്തിന് ജന്മം നൽകിയ അമേരിക്കൻ എഴുത്തുകാരൻ എഡ്ഗർ റൈസ് ബറോസിന്റെ 150ാം ജന്മവാർഷിക ദിനം ഇന്ന്. ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ സപ്തതി മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. കാഞ്ഞിരപ്പുഴ ഡാം ടൂറിസം പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. കാഞ്ഞിരപ്പുഴ ടൂറിസം പ്രോജക്ട് നിർമ്മാണം ഉദ്ഘാടനവും ഇന്ന്. പാലക്കാട്ടുകാരുടെ പ്രിയ ഡോക്ടർ KPS മേനോൻ വിടവാങ്ങി. ഗാസ സിറ്റി തുടരാക്രമണത്തിന് ഇസ്രായേൽ പദ്ധതി. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ട്. 20 വർഷം പിന്നിട്ട കേസുകൾ 379. കെട്ടിക്കിടക്കുന്ന അഴിമതി കേസ് 7072. ബന്ധം വിളക്കി ചേർത്ത മോദി ഷീ കൂടിക്കാഴ്ച. ഇന്ത്യ ചൈന വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തും. SCO ഉച്ചകോടി ഇന്ന്. പുടിനുമായി മോദി ചർച്ച നടത്തും. സൗഹൃദാന്തരീക്ഷത്തിൽ മോദി ഷീ കൂടിക്കാഴ്ച. ഉഭയകക്ഷി ചർച്ചയേക്കാൾ ഇന്ത്യയ്ക്ക് പ്രതീക്ഷ. ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയിലെ ചർച്ചകളിൽ. ബീഹാറിലെ SCIR ഇന്ന് നിർണായകം. ഡയറഡ് പട്ടികയിൽ ആക്ഷേപത്തിനുള്ള സമയപരിധി ഇന്ന് തീരും. കൂടുതൽ സമയം വേണമെന്ന ആവശ്യം സുപ്രീംകോടതി പരിഗണിക്കും. വോട്ടവകാശ യാത്രയ്ക്ക് ഇന്ന് സമാപനം. 13 ദിവസം കൊണ്ട് പിന്നിട്ടത് 1300 കിലോമീറ്റർ. സമൂഹമാധ്യമങ്ങളിൽ രാമുലിന്റെ സ്വീകാര്യത വർദ്ധിച്ചുവെന്ന് കോൺഗ്രസ്. മനില അറിവിന്റെ ഗ്രാമദ്വീപുമായി എഡ്യൂക്കേറ്റ് ഗേൾസിന് മാക്സസെ പുരസ്കാരം. മാക്സസെ നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടന. മാലിദ്വീപിലെ സാഹിന അലി, ഫിലിപ്പൈൻസ് പുരോഹിതൻ വിയാനോ യേവയും സഹജേതാക്കൾ. നോബൽ സമ്മാനത്തിന്റെ ഏഷ്യൻ പതിപ്പെന്ന ഖ്യാതിയുള്ള മാക്സസെ പുരസ്കാരത്തിന്റെ ജേതാക്കളിൽ ഒരാളായി ഇന്ത്യയിലെ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷനും വന്നു. വിദൂര ഗ്രാമങ്ങളിൽ സ്കൂൾ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടിവരുന്ന പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് സംഘടനയാണിത്. മണ്ണിടിച്ചിൽ 18 മലയാളികൾ ഹിമാചലിൽ കുടുങ്ങി. തിരുവനന്തപുരം KCL സഞ്ജു സാംസണ് വീണ്ടും അർദ്ധ സെഞ്ചുറി. കൊച്ചി സെമിയിലെത്തി. പാരീസ് ലോക ബാഡ്മിന്റൺ സെമിയിൽ ഇന്ത്യൻ ഡബിൾ സഖ്യത്തിന് തോൽവി. സാത്വിക് ചിറാഗ് സഖ്യത്തിന് വെങ്കലം. ടോക്കിയോ ലോക അത്ലറ്റിക്സിന് 19 അംഗ ഇന്ത്യൻ സംഘം. ടീമിൽ മലയാളികളായ ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറും ഉണ്ട്. കാഫ നേഷൻ കപ്പ് ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് ഇന്ത്യ ഇറാനെ നേരിടും. ചുരം റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുമായി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം അയനക്കാംപോയിൽ കല്ലാടി പദ്ധതിക്ക് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ട്രംപ് താരിഫ് പ്രാബല്യത്തിൽ വന്നതോടെ കേരളം ആസ്ഥാനമായ കമ്പനികൾക്ക് മേലിയ മൂലത്തിൽ 13,000 കോടിയിലധികം നഷ്ടമായി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യയിൽ നിന്നുള്ള നീരജ് ചോപ്ര. മറ്റു 19 പേരും ടീമിൽ മലയാളികളായ ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറും ഉണ്ട്. ഇന്ത്യയും ചൈനയും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് പ്രധാനമന്ത്രി മോദി സമീപ നിലപാടുകളിൽ നിന്ന് മാറി ഷീ ജിൻപിങ്ങിനോട് പറയുന്നു. ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്താനെത്തിയ ചൈനയിലെ നേതാക്കളിൽ പുടിൻ, മോദി, എർദോഗൻ എന്നിവരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ കുടിയേറ്റത്തിനെതിരായ പ്രചാരണങ്ങളെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അപലപിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ദിൽസെ വിടവാങ്ങൽ ബീഹാറിലെ 1300 കിലോമീറ്റർ വോട്ടർ അധികാര യാത്രയുടെ അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. മാരക പ്രതിഷേധങ്ങൾ തുടരുന്നതിനാൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ചൈന യാത്ര റദ്ദാക്കുകയും ടിക്ടോക്ക് ലൈവ് വീഡിയോ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഗാസയിൽ ഹമാസ് പ്രവക്ത അബു ഉബൈദ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ കുറഞ്ഞത് 20 പേർ മരിച്ചു.